നമസ്കാരം, സ്ട്രൈക്ക് ടോക്കറിലേക്ക് സ്വാഗതം. സർക്കാരിന്റെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ പ്രവർത്തനങ്ങളുടെ പരിധിക്ക് പുറത്തായി 123 പൊതുവിദ്യാലയങ്ങൾ. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഫണ്ട് പൂർണ്ണമായും നിഷേധിക്കപ്പെട്ട് വാടക കെട്ടിടങ്ങളിൽ ഞെരുങ്ങിയിരിക്കുകയാണ് ഇതിൽ മിക്ക സ്കൂളുകളും അവിടങ്ങളിലെ വിദ്യാർത്ഥികളും. ഇതിൽ 100 സ്കൂളുകളും പാലക്കാട് മുതൽ കാസർഗോഡ് വരെയുള്ള മലബാർ ജില്ലകളിലാണെന്ന കണക്ക് വിഭവ വിതരണത്തിലെ വിവേചനത്തിലേക്ക് കൂടി വെളിച്ചം വീശുന്നു. മലപ്പുറത്തെ 32 സ്കൂളുകളും കണ്ണൂരിലെ 29 സ്കൂളുകളും വാടക കെട്ടിടങ്ങളിലാണ്. പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ കാര്യാലയം നൽകിയ വിവരാവകാശ മറുപടിയിലാണ് ഇക്കാര്യമുള്ളത്. 103 സർക്കാർ സ്കൂളുകൾക്കും 14 എയ്ഡഡ് സ്കൂളുകൾക്കും 6 അൺഎയ്ഡഡ് സ്കൂളുകൾക്കുമാണ് ഈ ദുരവസ്ഥ. സ്ഥിരം കെട്ടിടത്തിനായുള്ള മുറവിളികൾക്ക് മാറിമറിഞ്ഞു വരുന്ന സർക്കാരുകൾ ചെവി കൊടുത്തില്ലെന്ന് തെളിയിക്കുന്നതാണ് ഇതേ ചോദ്യത്തിന് 2016 UDF സർക്കാരിൻ്റെ കാലത്ത് പൊതുവിദ്യാഭ്യാസ വകുപ്പ് നൽകിയ മറുപടിയും. 2016 128 സ്കൂളുകളായിരുന്നു. വാടക കെട്ടിടങ്ങളിൽ 9 വർഷം കഴിയുമ്പോഴും വെറും 5 സ്കൂളുകൾക്കാണ് സ്വന്തം കെട്ടിടമായതെന്ന് രേഖ തെളിയിക്കുന്നു. 2016ലെയും 2025ലെയും മറുപടികളിൽ മലപ്പുറത്തെ അവസ്ഥയ്ക്ക് മാറ്റം വന്നിട്ടില്ല. 32 സ്കൂളുകൾ വാടക കെട്ടിടത്തിൽ തന്നെ. മുഴുവൻ വിദ്യാലയങ്ങളെയും മികവിൻ്റെ കേന്ദ്രങ്ങളാക്കുക എന്ന ലക്ഷ്യം വെച്ച് വിദ്യാകിരണം പദ്ധതിയിലൂടെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ പ്രവർത്തനങ്ങൾ സർക്കാർ നടത്തുന്നുണ്ട്. എന്നാൽ സുരക്ഷിതമായ ക്ലാസ് മുറികളോ നല്ല മൈതാനമോ ആവശ്യമായ ശൗചാലയങ്ങളോ ഇല്ലാതെ പൊറുതിമുട്ടുകയാണ് ഈ പൊതുവിദ്യാലയങ്ങൾ. സർക്കാർ കെട്ടിടം അല്ലാത്തതുകൊണ്ട് അടിസ്ഥാന സൗകര്യ വികസനത്തിന് ഒരു ഫണ്ടും ഈ സ്കൂളുകൾക്ക് ലഭിക്കില്ല. സ്മാർട്ട് ക്ലാസ് റൂം അടക്കമുള്ള സൗകര്യങ്ങളെല്ലാം ഇവിടുത്തെ കുട്ടികൾക്ക് നിഷേധിക്കപ്പെടുന്നു. ചില സ്കൂളുകളിൽ നാട്ടുകാരിൽ നിന്ന് വർഷാവർഷം പിരിവെടുത്ത് ആവശ്യം അറ്റകുറ്റപ്പണി നടത്തുകയാണ്. സ്കൂളുകൾ പ്രവർത്തിക്കുന്ന വാടക കെട്ടിടങ്ങളുടെ ഫിറ്റ്നസ് സംബന്ധിച്ച ചോദ്യത്തിന് വിവരം ലഭ്യമല്ലെന്ന മറുപടിയാണ് വിദ്യാഭ്യാസ വകുപ്പ് നൽകിയത്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. കൂടുതൽ വീഡിയോസുകൾക്കായി ഈ ചാനലോട് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ദിസ് ഈസ് സ്ട്രൈക്ക് ടോക്കർ സൈനിങ് ഓഫ്.